BAMS കോഴ്സ് കേരളത്തിൽ പ്ലാൻ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു നല്ല കോളേജ് എങ്ങനെ സെലക്ട് ചെയ്യാം, അല്ലേ? അതെ. ഇതിനെപ്പറ്റിയാണ്. നമ്മളെല്ലാ കോഴ്സിനും ഡിസ്കസ് ചെയ്യുന്ന പോലെ ഇതിനും കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. പേഷ്യൻറ്റ് ഫ്ലോയും അതുപോലെ തന്നെ ക്വാളിറ്റി ഫാക്കൽറ്റീസും ക്വാസിൻ്റെ റാങ്ക്സും അതുപോലെ തന്നെ ഓൾ ഓവർ ഇന്ത്യ NIRF റാങ്കിങ്ങും അതുപോലെ തന്നെ ഗ്രേഡിങ് NABH അക്രഡേഷനും ഇതെല്ലാം നോക്കേണ്ടത് തന്നെയാണ് ഇതിന്. അതെ. അത് നോക്കി ഒരു ക്വാളിറ്റി കോളേജിൽ നമ്മൾ ലിസ്റ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വാളിറ്റി കോളേജിൽ എങ്ങനെ എത്താം, അതെ, ഒന്നാമത്തെ കാര്യം നീറ്റ് ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു വയസ്സായിട്ട് അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ കീം കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്താൽ ഒരു ബെറ്റർ കോളേജിൽ ആർക്കും എത്താനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലേ? ഏത് കാറ്റഗറിക്കാർക്കും. അതെ. ഈ ഏത് കാറ്റഗറിക്കാർക്കും ഡോക്ടർ പറഞ്ഞ പോലെ ഏറ്റവും ബെസ്റ്റ് കോളേജിൽ തന്നെ ആർക്കും എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉള്ള കോഴ്സാണ് BAMS. നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ കാര്യം തന്നെ കേരളത്തിൽ തന്നെ നമുക്ക് എന്താ പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ആയുർവേദ കോളേജുകളുണ്ട്, അല്ലേ? അതുപോലെ തന്നെ തീരെ പേഷ്യൻ്റ് കുറവുള്ള ഓൾമോസ്റ്റ് ഡിമിനിഷിങ് ആയിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ കുറച്ച് പഠിക്കുന്ന കോളേജുകളുണ്ട്, അല്ലേ? BAMSനെ സംബന്ധിച്ച് ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലസ് ഒരു ഹോസ്പിറ്റാലിറ്റി പഠിക്കണം, എങ്കിൽ മാത്രമാണ് ഇന്നത്തെ കാലത്ത് എക്സൽ ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല നമ്മുടെ ആ ഒരു ടൂറിസം ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ, അല്ലേ? അതെ, ഹോസ്പിറ്റാലിറ്റി ഉണ്ടെങ്കിൽ മാത്രം ഇനിയിപ്പോൾ പുതിയ വരുന്ന ഡോക്ടേഴ്സിന് ഭയങ്കരമായിട്ടാന്ന് പറഞ്ഞാൽ BAMS എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. അത് യൂസ് ചെയ്യണമെങ്കിൽ ആക്ച്വലി ഒരു ഹോസ്പിറ്റാലിറ്റി സെക്ടറും ആ ഒരു ടൂറിസത്തിൻ്റെ സെക്ടറും കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത് യൂസ് ചെയ്യുന്ന കോളേജിൽ തന്നെ പഠിക്കണം. അതെ. അങ്ങനെയുള്ളൊരു 3-4 കോളേജ് കേരളത്തിൽ അവൈലബിൾ ആണ്. അതെ. അത് ആ ഒരു കോളേജിലേക്ക് ആർക്കും ഉള്ളിൽ എത്തിപ്പെടാൻ പറ്റുമെന്നുള്ളതാണ്. അതെ. നീറ്റ് ക്വാളിഫൈഡ് ആയ ആർക്കും ഈ നോർമൽ മെറിറ്റ് ഫീൽ തന്നെ ആർക്കും എത്തിച്ചേരാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ ഫില്ലിങ്ങിൽ കാണിക്കേണ്ട ഒരു കൃത്യത മാത്രമാണ് അതിൻ്റെ ചെയ്യേണ്ട കാര്യം. ഈ കീം കൗൺസിലിംഗ് ആയുർവേദത്തെ സംബന്ധിച്ച് സെപ്പറേറ്റ് കൗൺസിലിംഗ് ആണ്. അതെ. അത് ആ ഒരു കോംപ്ലിക്കേഷൻസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം അറ്റൻഡ് ചെയ്യാനായിട്ട്. അതെ, നമുക്കിപ്പം ഓരോരുത്തർക്ക് എങ്ങനെ ഒരു ക്വാളിറ്റി കോളേജ് സജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് ഇൻഡിവിജ്വൽ കേസ് ടു കേസ്. നമ്മളെ വിളിക്കുന്ന ആളുകളുടെ മാർക്ക്, അവരുടെ കാറ്റഗറി, അവരുടെ ഡിസ്ട്രിക്റ്റ് ഏതാണ്, അതൊക്കെ അനുസരിച്ചാണ്. അതെ, അല്ലേ? പക്ഷേ ഇൻഡിവിജ്വൽ കേസ് ടു കേസ് നിങ്ങളെ ഏറ്റവും ബെസ്റ്റിൽ ഒന്നെങ്കിൽ ഗവൺമെൻറ് ഫീസിൽ അല്ലെങ്കിൽ അതിൽ താഴെ വിത്ത് സ്കോളർഷിപ്സ് SC ST OBCക്കാർക്കാണ് എൻ്റയർലി ഫ്രീ ആയിട്ട് എത്താനുള്ള ഓപ്ഷൻസ് ഉറപ്പായിട്ടും BAMSനെ സംബന്ധിച്ചുണ്ട്. അത് കേരളത്തിലെ ഏത് കോളേജ് നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ ഒപ്പം വന്ന് വിസിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഈ പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഒരു 3-4 കോളേജുകളുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ ഈ വരുന്ന വിദ്യാർത്ഥികൾക്കും പേരൻസിനും കാണാം അവിടുത്തെ ക്വാളിറ്റി. അവിടെ ഒരു എത്ര പേഷ്യൻസ് വരുന്നുണ്ട്, അവിടെ അതുപോലെ തന്നെ NRI പേഷ്യൻസ്, അല്ല? നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ അറിയാം മിക്ക കോളേജുകളിലും നമുക്ക് നല്ല രീതിയിലുള്ള NRI പോപ്പുലേഷൻ പേഷ്യൻസ് ആയിട്ട് വരുന്നുണ്ട്. അതെ, ഒരു 500+ NRI OP IP ഉള്ള ഈ പറഞ്ഞ ഒരു 500+ പേഷ്യൻസിനെ ഡീൽ ചെയ്യുന്ന കോളേജസ് കേരളത്തിലുണ്ട് പെർ ഇയറിൽ. അങ്ങനെയുള്ള കോളേജിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കൊരു ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ നല്ലൊരു ഭാവി ഉറപ്പായിട്ടും ആക്ച്വലി ഒരു ജോബ് ഓറിയൻറ്റഡ് പഠിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും എത്തിച്ചേരാൻ പറ്റുന്ന കോളേജ് കേരളത്തിൽ അവൈലബിൾ. അതെ, ഉറപ്പായിട്ടും ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. നമ്മൾ ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിക്കണം. നമ്മൾ 4.5 വർഷം പഠിത്തം, 1 ഇയർ ഹൗസ് സർവൻസി ആയിട്ട് ഏറ്റവും കുറഞ്ഞ 5.5 വർഷം നമ്മൾ സ്പെൻഡ് ചെയ്ത് നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ഒരു ഫേസാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉറപ്പായിട്ടും വന്ന് കോളേജ് വന്ന് കാണണം. നമ്മൾ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരാം. എന്താ പറയുക, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ കോളേജിൻ്റെ ക്വാളിറ്റിയിലുള്ള ഡിഫറൻസ്. നമ്മൾ ഈ ഡോക്ടർ പറഞ്ഞ 5 ഇയർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ 5 ഇയർ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ ലൈഫ് ടേണിംഗ് ഡിസിഷൻ ആണല്ലോ. ഇതിനു വേണ്ടി നിങ്ങൾ ഈ കോളേജ് വന്ന് വിസിറ്റ് ചെയ്ത് എല്ലാ കോളേജും വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോസ് ഞങ്ങളുടെ എല്ലാ കോളേജിനും ഷൂട്ട് ചെയ്തിരിക്കുന്നത് അത് കാണുക. അതിനുശേഷം അല്ലെങ്കിൽ പഠിക്കുന്ന സ്റ്റുഡൻസായിട്ട് സംസാരിക്കുക, എന്നിട്ട് മാത്രം ഒരു കോളേജ് ചൂസ് ചെയ്യുക. അതിൻ്റെ അകത്ത് നിങ്ങളൊരു ലാഘവത്തോടെ എടുക്കേണ്ട ഒരു ഡിസിഷൻ അല്ല ആക്ച്വലി അത്. അങ്ങനെ എടുത്താൽ തന്നെ നമുക്ക് ഏറ്റവും ബെറ്റർ കോളേജിൽ എത്തിച്ചേരാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതെ, അപ്പോൾ നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആർക്കും, ഈവൻ നീറ്റ് കട്ട് ഓഫിനോട് അടുത്ത മാർക്ക് വരുന്നവർ പോലും ഭാവിയിൽ ക്വാളിഫൈഡ് ആകും. നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആർക്കും നല്ലൊരു കോളേജ് കേരളത്തിൽ എടുക്കാനായിട്ടുള്ള എല്ലാ ഗൈഡൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. BAMS കോഴ്സിനെ സംബന്ധിച്ച് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.